വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. നമുക്കിന്ന് കിഴങ്ങിൻ്റെ ഇഷ്ടം ചിക്കൻ കറിയും ചപ്പാത്തി. ഞായറാഴ്ച ഞാൻ വീട്ടിൽ നിന്ന് വരുവാണ്. ഈ പാണ്ടക്കെട്ട് നിറയെ എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് ഗെയ്സ്. ഇങ്ങോട്ട് വരുമ്പോൾ ഒന്നും കയ്യിലുണ്ടായില്ല, പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടാവും ഇഷ്ടം പോലെ സാധനങ്ങൾ കേട്ടോ. അത് സ്വത്ത് യാത്രയായിട്ട് നിൽക്കുകയാണ്. അപ്പുറത്ത് നമ്മുടെ കണ്ണൻകുട്ടി സ്വത്തുവിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. സ്വത്തുകുട്ടി കണ്ണനോട് യാത്ര പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ. കുറച്ച് നാളെ ഇവിടെ ഉണ്ടായിരുന്ന കാരണം രണ്ടുപേരും നല്ല കൂട്ടുകാരാണ്. കണ്ണൻകുട്ടിയാണ് ഇച്ചിരി മൂത്തത്, 2 ആഴ്ച മൂപ്പുള്ളൂ കേട്ടോ രണ്ടുപേരും. അപ്പോൾ സ്വത്തു യാത്ര പറയാൻ നിൽക്കുവാണ്. എന്തൊക്കെയോ അവരുടെ ഭാഷയിൽ പറയുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും കൂടിയിട്ട് ബൈ ബൈ സി യു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ രസമാണല്ലേ, ചെറിയ കുട്ടികളുടെ ഒരു എന്താ പറയുക, അവർ തമ്മിൽ സംസാരിക്കുക, അവർ തമ്മിൽ കളിക്കുക, അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് കൂളാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മളെന്നും വിളിക്കുന്ന ഓട്ടമാമന് വേറെ ഓട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഓട്ടമാമൻ വേറൊരു ഓട്ടോയാണ് പറഞ്ഞു വിട്ടത്. അപ്പോൾ ഞങ്ങളെല്ലാവരോടും യാത്ര പറഞ്ഞ് ഓട്ടോറിക്ഷ കയറി വീട്ടിലെത്തി. വന്നതും സ്വത്ത് നല്ല ഉറക്കമായിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്വത്ത് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെക്കാമെന്ന്. കുറച്ച് തുണിമണി സാധനങ്ങളും പിന്നെ സ്വത്തുവിന് ഇങ്ങനത്തെ സ്നെക്കി പാക്ക് ഞാൻ വാങ്ങി വയ്ക്കുക ചെയ്യാം. നമ്മൾ 1 മാസത്തേക്ക് പിന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കണ്ട. പിന്നെ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. പിന്നെ ഇതൊക്കെ പുതിയത് വാങ്ങി തന്നതാട്ടോ അമ്മ. കുറച്ച് സാധനങ്ങളൊക്കെ പുതിയത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സ്വത്തുവിന് നിക്കറുകൾ കുറവെന്ന് പറഞ്ഞാൽ അതല്ല, ഇപ്പം മഴക്കാലം തന്നെ ഇടയ്ക്കിടയ്ക്ക് വയ്ക്കുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിക്കറുകൾ വേണമല്ലോ. ഒരു 10-20 ദിവസം ഞാൻ മാറ്റാറുണ്ട് അവൾക്ക്. അപ്പോൾ ഒത്തിരി പുഷിനൊന്നും ഞാൻ ഇട്ട് കൊടുക്കാറുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ചിങ്ങനെ ഒരു 2-3 മാസമൊക്കെ ആകുമ്പോൾ അങ്ങനെ കുറച്ചധികം ഇങ്ങനെ വാങ്ങും. ഒരു 4-5 എണ്ണം 8-10 എണ്ണം ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വാങ്ങും. വിലക്കുറവിന് നമുക്ക് കിട്ടുമല്ലോ. 100 രൂപയ്ക്ക് 4 എണ്ണം അങ്ങനെയൊക്കെ വാങ്ങും കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതായത് നമ്മൾ അടിച്ചു വാരി വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായി. വൈകുന്നേരത്ത് പിന്നെ ഇവിടെ അംഗൻകളി തുടങ്ങി. സ്വത്ത് പുറത്തേക്ക് പോകണം പറഞ്ഞ് ഗേറ്റിൻ്റെ അവിടെ നിന്ന് വാശി പിടിക്കും. പിന്നെ ഞാൻ അതിനെ എടുത്തുകൊണ്ട് വന്നിട്ടോ. പിന്നെ വൈകുന്നേരം നമുക്ക് ചപ്പാത്തിയും എന്തായിരുന്നു കറി, ഗ്രീൻ പീസ് അല്ല കേട്ടോ, മറ്റേ സോയാബീനായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് പിറ്റേ ദിവസമാണ്. അത് തന്നെ മറന്നുപോയി എന്താണ് വെച്ചതെന്ന്. പിന്നെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ വേഗം പ്രിപ്പറേഷൻ ചെയ്യുകയാണ്. കറി ഒരു വശത്താകുമ്പോഴത്തേക്കും ചപ്പാത്തി ഞാനൊരു വശത്താക്കുന്നുണ്ട് കേട്ടോ. 2 സ്റ്റവിലും വെവ്വേവും പണി തീർത്ത് എവിടെയെങ്കിലും നമുക്കൊരു 5 മിനിറ്റ് റെസ്റ്റിംഗ് ടൈം ആണല്ലോ. പെട്ടെന്ന് പണി തീർത്ത് നമുക്ക് പെട്ടെന്ന് ഇരിക്കാമല്ലോ എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞാൻ എല്ലാ പണിയും വേഗം ചെയ്യുന്നത് കേട്ടോ. ഇത് കാണുമ്പോൾ എൻ്റെ അമ്മ വിചാരിക്കുന്നുണ്ടാവും, ഇവൾക്ക് ഒരു സമയത്ത് 2-3 പണികളൊക്കെ ചെയ്യാൻ അറിയാമല്ലേ എന്ന്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ കുറച്ച് മടിയാവും, നല്ല മടിയാവും ഗെയ്സ്. ഇതെന്താണെന്നാവോ, നമുക്ക് അവിടെ ചെന്ന് നമ്മുടെ ഇഷ്ടത്തിന് എന്തും കാണിക്കാമല്ലോ, ആരും ഒന്നും ചോദിക്കില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. കെട്ടിച്ച് സിനിമ അവർക്ക് അവിടുത്തെ അച്ഛനമ്മയ്ക്കും നമ്മുടെ ടൈം ടേബിളും കാര്യങ്ങളെല്ലാം അവർക്ക് സമയത്തിന് ഭക്ഷണം കഴിക്കണവരായിരിക്കും, മരുന്ന് കഴിക്കാനുള്ളവരായിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ വേഗം മസാല ചേർത്തപ്പോൾ എണ്ണ ഒഴിച്ച് ഞാനുണ്ടല്ലോ ഈ കവർ തല തിരിച്ചാണ് പിടിച്ചത്. അത് തന്നെ എണ്ണ ചാർന്നില്ല. പിന്നെ ശശി ആയിരുന്നു എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ വേഗം കുപ്പിയിൽ നിന്ന് ഓയിലെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ അധികം ഓയിലാണ് യൂസ് ചെയ്യാറ്. വെളിച്ചെണ്ണയ്ക്കൊക്കെ തീ പോലത്തെ വിലയല്ലേ ഗെയ്സ്. വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിക്കും. അതൊക്കെ നമ്മൾ നാടൻ ഡിഷസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കാറ്. അവിയൽ പിന്നെ എന്തെങ്കിലുമൊക്കെ വറവിടാനുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉപയോഗിക്കുള്ളൂ. ബാക്കി പപ്പടം വറുക്കൽ, മീൻ വറുക്കൽ, ഇങ്ങനത്തെ ചോയയും പോട്ടെ, സോയാബീൻ കറി, ഗ്രീൻ പീസ് അങ്ങനെ മസാലക്കറികളൊക്കെ വയ്ക്കാൻ നമ്മൾ ഇതന്നെയാണ് ഉപയോഗിക്കുന്നത്, ഓയിൽ കേട്ടോ. പിന്നെ എല്ലാവരും എന്ത് പറയണോ, സുഖമായിട്ടിരിക്കണോ. 2 ദിവസം വീട്ടിൽ പോയി നല്ല മടിയൊക്കെ ആയിരുന്നു കേട്ടോ. 2 ദിവസം വീട്ടിൽ ചെന്നിട്ട് ഒരു പണിയും ചെയ്തില്ല, വെറുതെ ഇരിപ്പന്നെയായിരുന്നു. അമ്മ ഒന്നും പറഞ്ഞേ ഇല്ല കേട്ടോ.
കാരണം അമ്മയ്ക്കറിയാം നമ്മൾ നമ്മുടെ കെട്ടിയന്മാരുടെ വീട്ടിലൊന്നും വെറുതെ ഇരിക്കുന്ന ആൾക്കാരല്ലല്ലോ. അമ്മ ഒന്നും പറഞ്ഞൊന്നുമില്ല പ്രത്യേകിച്ച്. അങ്ങനെ ഷോപ്പിങ്ങും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ചടേ പറഞ്ഞ 2 ദിവസം പോയി തിരിച്ചടേ പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് എത്തി. അപ്പോൾ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയണ്ടേ, ക്ഷമിക്കുക, ഇതെൻ്റെ ഒരു ആവശ്യമായി പോയല്ലോ. ഞാൻ ഇതിനിടയ്ക്ക് എവിടേക്കാണ് പോയേ? എന്തിനാ പോയേ? ഞാൻ എന്തോ ഒരു ആവശ്യത്തിന് എങ്ങടെ പോയിരിക്കുകയാണ്. അതാണ് എന്നെ ഇപ്പം നിങ്ങളുടെ ഇവിടെ കാണാത്തത്. ഇതാ വന്നു ഞാൻ എന്തിനാണ് അവ പോയത്. ഞാൻ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് മസാല സെറ്റാക്കുന്നുണ്ട്. എനിക്ക് സോയാബീൻ കറി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആക്ച്വലി ഇതൊക്കെ കല്യാണത്തിന് ശേഷമാണ് ഉണ്ടാക്കാൻ പഠിച്ചത്. കല്യാണത്തിന് മുമ്പ് ഞാൻ അധികം എറണാകുളത്താണ് നിന്നിട്ടുള്ളത്. പക്ഷെ അവിടുത്തെ കറിയുടെ ടേസ്റ്റും ഇവിടുത്തെ കറിയുടെ ടേസ്റ്റും നല്ല വ്യത്യാസമുണ്ട്. ഇവിടെ ഉള്ളവർക്ക് അവിടുത്തെ കറിയുടെ ടേസ്റ്റ് അങ്ങനെ പിടിച്ചെന്ന് വരില്ല. ചിലവർക്ക് അവിടെ ഉള്ളവർക്ക് ഇവിടുത്തെ കറിയുടെ ടേസ്റ്റ് പിടിച്ചില്ല. ഉദാഹരണം, എൻ്റെ അമ്മമ്മയ്ക്കൊന്നും ഇവിടുത്തെ മീൻ കറി ഒന്നും തീരെ ഇഷ്ടമില്ല. കുടംപുളി ആണ് എൻ്റെ അമ്മമ്മയൊക്കെ ഇട്ട് വെക്കാറ്. ഇവിടെ വാളംപുളിയാണ് ഞങ്ങൾ ഉപയോഗിക്കാറ്. പക്ഷെ എനിക്ക് രണ്ടും പോവും കേട്ടോ, ഏട്ടനും രണ്ടും പോവും. അതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങൾ എവിടെ ചെന്നാലും ഞങ്ങൾ ജീവിച്ചോളും. ഞങ്ങൾക്ക് ഏത് ഫുഡായാലും ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. ഞങ്ങൾക്ക് ഇന്ന ഇത് ടേസ്റ്റ് വേണം അല്ലെങ്കിൽ ഇന്നത് വേണം ഒന്നൊരു വാശിയില്ല കേട്ടോ. സാഹചര്യത്തിനനുസരിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിക്കും. അപ്പോൾ ഈ സോയാബീൻ കറിയൊക്കെ എനിക്ക് കല്യാണത്തിന് മുന്നേ അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ കല്യാണത്തിന് ശേഷം ഞാൻ വെച്ചിട്ട് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഈ സംഭവം കൊള്ളാമല്ലോ എന്ന് തോന്നി. അങ്ങനെ ഇഷ്ടപ്പെട്ടാണ് ഇപ്പോൾ സോയാബീൻ കറി വെക്കാനും കഴിക്കാനൊക്കെ തുടങ്ങിയത് കേട്ടോ. അതുപോലെ നമ്മുടെ അധികം മസാലക്കറികളൊന്നും ഞാൻ അങ്ങനെ കഴിച്ചിരുന്ന ആളല്ല. പക്ഷെ കല്യാണത്തിന് ശേഷമാണ് മസാലക്കറികൾ ഉണ്ടാക്കാനും, മസാലക്കറി എന്നല്ല ഓരോ കറികൾ ഉണ്ടാക്കാനും, ഇപ്പോൾ സാമ്പാറായാലും എന്ത് കറിയാണെങ്കിലും അതായത് പല ടേസ്റ്റാണ് ഓരോ ആൾക്കാർ വെക്കുന്നത്. അപ്പോൾ ഇന്ന ടേസ്റ്റാണ് പെർഫെക്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ കല്യാണത്തിന് ശേഷം. കല്യാണത്തിന് മുമ്പും അത്യാവശ്യം ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിൽ കുക്ക് ചെയ്യാറുണ്ട്. എനിക്കിഷ്ടമാണ് ഈ മീറ്റ് ഐറ്റംസൊക്കെ, ഫിഷ്, അതൊക്കെ എനിക്ക് പരീക്ഷിച്ച് നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഏതെങ്കിലും വീഡിയോയിലൊക്കെ കണ്ട് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, കഴിക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അതെൻ്റെ ശരീരത്തിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ മക്കളെ. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് രാത്രിയായി. സൂത്തൂട്ടിയും ഞാനും തമ്മിലുള്ള അങ്കപ്പാടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുത്തൂട്ടിനെ ഉറക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ് കേസ്. സുത്തൂട്ടി ഇന്ന് ഉറങ്ങുന്നില്ല എന്ന മട്ടിലാണ് സുത്തൂട്ടി. എന്തൊക്കെയാണ് എന്നോട് പറയുന്നുണ്ട്, ഞാനും സുത്തിയോട് എന്തൊക്കെയാണ് പറയുന്നുണ്ട്. വേറെ ഒന്നല്ല, ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ പുള്ളിക്കാരത്തി ഹലോ ഗേസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം വന്നിട്ട് എൻ്റെ അടുത്ത് കാരണം കൊണ്ടുവന്ന് വർത്താനം പറയും. അത് കഴിഞ്ഞ് പുള്ളിക്കാരത്തി ആളുടെ പാട് നോക്കിയിട്ട് പോകും കേട്ടോ. ഹലോ ഗേസ് ഞാൻ പിന്നെയും പറഞ്ഞപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഗാ കുയി കൂന്നൊക്കെ പറയും കേട്ടോ. ഭയങ്കര വില്ലത്തിയാണ് ഇവള്, കണ്ടില്ലേ. അപ്പോൾ അവൾ നോൺ സ്റ്റോപ്പ് ചെയ്ത് വർത്താനം പറയും. ഇതാണ് നമ്മുടെ വീഡിയോസ് വരാൻ ലേറ്റ് ആവണ കാരണം. ഞാൻ ഇത് വീഡിയോ എടുക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ വോയിസ് റെക്കോർഡിങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പം വരും അവൾ പക്ഷി പറക്കണ പോലെ എൻ്റെ അടുത്തേക്ക് പറന്ന്. അപ്പം ഇതൊരു രസമാണല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നല്ല കണ്ടൻറ്റായിട്ട് ഞാൻ വരാൻ ശ്രമിക്കാം. മാക്സിമം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് ഓരോ ദിവസം വീഡിയോസൊക്കെ ഇടാനുള്ളൊരു ആത്മധൈര്യം കിട്ടണത്. ഒന്നാമതിപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യണത്. പണ്ട് ഏട്ടനുണ്ടായിരുന്നില്ല, ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായത്തിന്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ ബൈ.